യാദവവംശത്തിലേക്ക് എത്തി. യാദവവംശത്തില് ഭഗവാനിത അവതരിച്ചു. രാധാഹ ഭഗവാൻ ജനിച്ചു. ഭഗവാൻ സാക്ഷാത് ശ്രീ ആദിനാരായണമൂർത്തി വസുദേവരുടെയും ദേവകിയുടെയും മകനായിട്ട് ജനിച്ചു. യാദഹ ജനിച്ചു. പിന്നെ ഗതഹ പോയി. ജനിച്ചിട്ട് പോയി. എവിടെന്ന്? ജാതോ ഗത പിതൃഗൃഹാൽ. ജനിച്ചത് അച്ഛൻ്റെ അടുത്ത്. പിന്നെ അവിടെ നിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് പോയി. എങ്ങോട്ട് പോയി? വ്രജത്തിലേക്ക് പോയി. വൃന്ദാവനത്തിലേക്ക്, അമ്പാടിയിലേക്ക്, ഗോകുലത്തിലേക്ക് പോയി. ജനിച്ചു. അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്ന് ഉടൻ തന്നെ ഗോകുലത്തിലേക്ക് പോയി. ഏഹിതാർത്ഥ, അവിടെ ഏഹിതം വളർച്ച എന്നർത്ഥം. ഏഹിതാർത്ഥ വ്രജത്തിൽ അനധികാരം വളർന്നു. എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാൻ ഈ ഗോപന്മാരുടെ ഇടയിൽ ഗോപബാലകനായിട്ട് സാക്ഷാൽ ആദിനാരായണമൂർത്തിയായ വസുദേവപുത്രനായ യാദവകുലനന്ദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ഗോപബാലനായിട്ട് വളർന്ന് ആ വളർച്ച എത്രത്തോളം എത്തി? അങ്ങനെ വളർന്ന് മധുരാപുരിയിലേക്ക് വന്ന് മധുരയിലുള്ളതായ ദുഷ്ടനായ കംസമഹാരാജാവിനെ നിഗ്രഹിച്ച് ഉഗ്രസേനനെ മഹാരാജാവാക്കി വാഴിച്ച് ഉഗ്രസേനന്റെ കൈകര്യം ചെയ്തുകൊണ്ട് ലോകത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അത്വാരിപൂൽ അനവധി ശത്രുക്കളെ ഭഗവാൻ കൊന്നു. വൃന്ദാവനത്തിൽ വെച്ചും അതുപോലെ തന്നെ മധുരയിലേക്ക് വന്നതിന്റെ ശേഷവും കൃഷ്ണൻ അനവധി അത്വാരിപൂൽ അനവധി ശത്രുക്കളെ നിഗ്രഹിച്ചു. ഒരു ധാരഹ ഉരു വളരെയധികം, ധാരം എന്ന് പറഞ്ഞാൽ കാര്യമാണ്. ഉരുദാരഹ വളരെയധികം സ്ത്രീകൾ കന്യകമാരെ പരിഗ്രഹിച്ച് ബഹുഭാര്യനായി തീർന്നു. ഉരുദാരഹ കൃതോരുദാരഹ സുദശതാനി കൃതഃ. അവരിൽ 100 കണക്കിന് പുത്രന്മാരും ഉണ്ടായി. അനവധി വിവാഹം കഴിച്ചു. 100 കണക്കിന് പുത്രന്മാരും ഉണ്ടായി. യേശു ഉത്പാദ്യ ആ ഭാര്യമാരിൽ പുത്രന്മാരുണ്ടായതിനു ശേഷം പുരുഷോത്തമനായ ഭഗവാൻ ആത്മാനം അനവധി യാഗങ്ങൾ ചെയ്യിച്ചു. എങ്ങനെ വേണ്ടിയിട്ട്? ആത്മനിഗമം പ്രഥയഞ്ജനേഷു. യാഗങ്ങളിലൂടെ ജനങ്ങൾക്ക് യാഗമൂർത്തിയായ ഭഗവാൻ ആത്മനിഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ളതായ ആ ഭാവം ജനങ്ങളിലേക്ക് ഉണ്ടാവാനായിട്ട് ധാരാളം യാഗങ്ങൾ ചെയ്തു. ജനേഷു പ്രഥയൻ, ജനങ്ങൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള ഭാവം ഉണ്ടാക്കി. കൗരവപാണ്ഡവന്മാരുടെ ഇടയിൽ ഒരു മത്സരബുദ്ധിയും കലഹവും സാഹോദര്യം കൊണ്ടുണ്ടാകുന്നതായ സഹോദര ബന്ധത്തിലുണ്ടാകുന്നതായ മത്സരബുദ്ധിയും കലഹവും വളർത്തി തീർത്ത് യുദ്ധത്തിൽ വെച്ച് അനവധി രാജാക്കന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് പൃഥ്വ്യാഹ ഗുരുഭരം ക്ഷപയൻ, ഭൂമിയുടെ ഗുരുഭരം വളരെ ഗൗരവമേറിയതായ ഭൂഭാരത്തെ ക്ഷപയൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അതെല്ലാം ദൃഷ്ട്യാവിഭൂയ, ഈ ഭൂഭാരഹരണമെല്ലാം ഭഗവാൻ തന്റെ ഒരു കടാക്ഷം കൊണ്ട്, ഒരു നോട്ടം കൊണ്ടാണ് നിർവഹിച്ചത്. ദൃഷ്ട്യാവിഭൂയ വിജയജയമുദ്ഘോഷ്യ, വിജയൻ അർജുനനിൽ ജയത്തെ വേണ്ട രീതിയിൽ ആവേശിപ്പിച്ച് ഭഗവത്ഗീത ഉപയോഗിച്ച് നടത്തുന്നു. ഉദ്ധവമായ ജപരം, ഉദ്ധവ മഹാശയന് പരമമായ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് സമകാൽ സ്വധാമത്തിലേക്ക് പോയി പരീക്ഷിച്ച്. ഇതാണ് ശ്രീകൃഷ്ണാവതാരം. അവതാരം മുതൽ സ്വധാമഗമനം വരെയുള്ള ചരിത്രം ഇതാ 2 ശ്ലോകങ്ങളിൽ ശ്രീ പരീക്ഷിത് മഹാരാജാവിനെ കേൾപ്പിച്ചുകൊണ്ടാണ് നവസ്കന്ധം സമർപ്പിക്കുന്നത്. അപ്പോഴാണ് ന്യായമായും പരീക്ഷിത് മഹാരാജാവിൻ്റെ ഉള്ളിലുള്ളതായ സംശയങ്ങൾ ഓരോന്നായിട്ട് വരുന്നത്. ഗുരുനാഥൻ എന്തുകൊണ്ട് തനിക്ക് കഥകൾ പൂർണ്ണമായും പറഞ്ഞു തരുന്നില്ല? അതാണ് പിന്നെ ചോദ്യത്തിലൂടെ പരീക്ഷിച്ച് പിന്നെ പറഞ്ഞത്. അങ്ങനെ ഗുരുനാഥ കഥിതോ വംശവിസ്താര, ഈ വംശങ്ങളെയെല്ലാം വിസ്തരിച്ച് പറയാൻ ആരംഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ യാദവവംശം, അതെ യാദവകുലചന്ദ്രനായ യാദവകുല സൂര്യനായ എന്നൊക്കെ പറയാവുന്ന ആ ശ്രീകൃഷ്ണ ചരിത്രത്തെ ഭംഗിയായിട്ട് ശ്രമിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് കാണാനില്ല, മൂന്ന് വൃത്തി. എന്തുകൊണ്ടാണത്? ജനസ്കന്ധം ആദ്യത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്തെ ചോദ്യത്തിന്റെ സാരാണത്. ശ്ലോകം ഓരോന്നിട്ട് പറയുന്നില്ല, ആദ്യ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ, എന്തിനാണ് ഭഗവാൻ യാദവവംശത്തിൽ ജനിച്ചത്, എന്തെല്ലാം വീര്യകർമ്മങ്ങളാണ് ചെയ്തത്? ഈ കഥകളൊക്കെ സജ്ജനങ്ങള് ആദ്യ
ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവവുമായ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കാനായിട്ട് ആശ്രയിക്കുന്ന കഥകളാണല്ലോ ഗുരുനാഥ. അത് എനിക്ക് പറഞ്ഞു തരണേ. എൻ്റെ പൂർവികന്മാരായ പാണ്ഡവന്മാരെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചു നിർത്തിയ അവരുടെ കഥകൾ കേൾക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമല്ലേ. ശ്രീകൃഷ്ണ കഥകൾ പക്ഷേ ഗുരുനാഥ അങ്ങ് പറയും കൃഷ്ണകഥകൾ കേൾക്കണമെങ്കിൽ വിസ്തരിച്ച് ഭംഗിയായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുണ്യം വേണം. കൃഷ്ണകഥാ പുണ്യാഹ ആധി. ശ്രീകൃഷ്ണകഥകൾ പുണ്യപൂരിതമാണ്. അത് കേൾക്കാനും പുണ്യം വേണം, ഭാഗവതം കേൾക്കാൻ പുണ്യം വേണം. ഭാഗവതം കേട്ടാൽ പുണ്യം കിട്ടുന്നല്ല പറയേണ്ടത്, ഭാഗവതം കേൾക്കാൻ പുണ്യം വേണം. പുണ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം ലഭിക്കുള്ളൂ. ജന്മാന്തരേ വരെ പുണ്യം തരാൻ ഭാഗവതം ലഭേ അല്ലേ. അപ്പോൾ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കാനുള്ള പുണ്യം ഗുരുനാഥ ഉള്ളതിനില്ല എന്ന് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ അതിനൊന്നും പറയാനില്ല. കാരണം എനിക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിനെല്ലാം തീരുമാനിക്കേണ്ടത് ഗുരുനാഥ അവിടുന്നാണ്. പരീക്ഷത്തെ അങ്ങേക്ക് ഇത്രയൊക്കെ മതി എന്നാണ് ഗുരുനാഥ അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ അത് ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്കൊരാഗ്രഹം പറയണമെന്ന് മാത്രം. എൻ്റെ പൂർവികന്മാർ ചെയ്തത് എൻ്റെ സുഹൃതം അവിടെ നിൽക്കട്ടെ. എൻ്റെ പൂർവികന്മാർ ചെയ്ത സുഹൃതത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഗുരുനാഥ എനിക്ക് പറഞ്ഞു തന്നു. അതിലൊക്കെ അല്ലേ പിതാമഹാമേ സമരെ അമരഞ്ജയൈദേവ്രതാദ്യാദിരഥൈസ്തിംഗിലൈഃ ദുരത്യയം കൗരവസൈന്യസാഗരം കൃത്വാഹരൻ വത്സപദം സ്മയൽപ്ലവാഹ. എൻ്റെ പൂർവികന്മാര് വലിയതായ ആ കൗരവ പാണ്ഡവ യുദ്ധമാകുന്ന ആ സമുദ്രത്തെ ചെറിയ ഒരു കുഴിയിലെ വെള്ളം പോലെ വത്സപദം ഒരു പശുക്കുളമ്പിലെ വെള്ളം പോലെ ചാടിക്കടന്നു. പശു ചവിട്ടിയാൽ കുറച്ച് ഭാഗം ഉണ്ടാവും, അവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ടാവും. ഇതാണ് സമുദ്രം കണ്ടു കിടക്കുക. പ്രയാസമൊന്നുമല്ലോ. എന്നാൽ ഈ വലിയ സമുദ്രം ഇത്രയും വളരെ എളുപ്പത്തിൽ എൻ്റെ പിതാമഹന്മാർക്ക് കടക്കാൻ സാധിച്ചത് ഗുരുനാഥ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ളത് അതിനറിയാം. തരണേ എന്നതാ 3 ശ്ലോകങ്ങളിലായിട്ട് 4, 5, 6 ശ്ലോകം 4, 5, 6, 7 ശ്ലോകങ്ങളിലായിട്ടുള്ള ആവശ്യം ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്നിങ്ങനെ 3 താല്പര്യങ്ങളും ഈ ശ്ലോകങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം സൂചിപ്പിക്കുക. പിന്നെ പരീക്ഷത്തിന്റെ ചോദ്യത്തിൽ ഇനി എങ്ങനെയാണ് ഗുരുനാഥൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ലെങ്കിലും ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. ചോദ്യം ചോദിച്ചു അങ്ങനെയാണ് ഏത് ഗുരുനാഥനായാലും. നിർത്തിയാലും ശിഷ്യൻ സംശയം ചോദിച്ചാൽ മറുപടി തീർക്കാവുന്നത്. അത് ഒരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു നിയമമാണ്. ഗുരുനാഥൻ പറഞ്ഞു നിർത്തി. ഇപ്പൊ ശിഷ്യൻ സംശയം ചോദിച്ചു തീർത്തോളം. സുഭർത്താവ് സുശ്രോതാവ് എന്നുള്ള ബന്ധത്തിൽ അങ്ങനെയാണ് കാണാം. ഭർത്താവ് പറഞ്ഞു നിർത്തിയാൽ ശ്രോതാവ് സംശയം ചോദിച്ചാൽ ഭർത്താവ് അത് തീർത്തു കൊടുത്തേ പറ്റൂ. ഇവിടെ സുശ്രോതാവാണ് പരീക്ഷിത്ത്, സുഭർത്താവാണ് ശ്രീശുഖൻ. അപ്പൊ പരീക്ഷത്തിന്റെ ചോദ്യങ്ങൾ എന്ത് ശ്രീകൃഷ്ണ കഥകൾ വിസ്തരിച്ച് കേൾക്കാൻ പാകത്തിന് പരീക്ഷിത്ത് ഓരോരോ ചോദ്യങ്ങളാണ് ചോദിക്കുകയാണ്. 3-4 ചോദ്യങ്ങൾ കാണാം ഇവിടെ അല്ലേ. ചോദ്യങ്ങളെന്നാണ് ഉത്തരം ഉണ്ടാവുന്നത്. ഗുരുനാഥൻ ഈ ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി വരാണ്ടെന്ന് എനിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് മട്ടിലാണ്. രോഹിണ്യാസ്തനയോ രാമ സംഘർഷണസ്തയ. രോഹിണിയുടെ പുത്രനാണ് സംഘർഷണം പറയേണ്ടായി. പക്ഷെ അതെങ്ങനെ ശരിയാവുന്നത്? ദേവിയുടെ ഗർഭത്തിലാണ് ഉണ്ടായതെന്നും പറഞ്ഞു. ദേവയ്ക്കാ ഗർഭസംബന്ധ. എന്നിട്ട് ദേവിയുടെ ഗർഭത്തിൽ ജനിച്ച ആളെങ്ങനെ രോഹിണി പുത്രനാണത്? രോഹിണിയുടെ പുത്രനായിട്ട് ജനിക്കുന്നത്? ഒരു ചോദ്യം. കസ്മാൻമുകുന്ദോ ഭഗവാൻ പിതുർഗേഹാൽ പ്രജംഗത. എന്തിനാണ് ഈ മധുരയിൽ നിന്ന് ഭഗവാൻ വ്രജത്തിലേക്ക് പോയത്? രണ്ടാമത്തെ ചോദ്യം. മകരോ മധുപുര്യാന്ത. വൃന്ദാവനത്തിൽ വെച്ച ഭഗവാൻ എന്തെല്ലാം ചെയ്തു? 3ാമത്തെ ചോദ്യം. മധുരയിൽ ചെന്ന് ഭഗവാൻ എന്തെല്ലാം ചെയ്തു? 4ാമത്തെ ചോദ്യം. ഇങ്ങനെ ദ്വാരകാപുരി ഭഗവാൻ എന്തെല്ലാം ലീലകൾ ചെയ്തു? ഇങ്ങനെ 4-5 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പരീക്ഷിച്ച് പറയുന്നു ഗുരുനാഥ ചോദ്യങ്ങളുടെ ഉത്തരം ഒറ്റവാക്കിയിൽ ഒതുക്കി ചുരുക്കരുതേ. ഇവ ഈ ചോദ്യം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളതുകൊണ്ട് അതിന്റെ ഉത്തരം മാത്രമേ പറയാവൂന്നില്ല. പിന്നെയോ ഏതൽ ഇതിന്റെ ഉത്തരം എന്തായാലും പറയണം. അന്യരചതൽ സർവമ്മനെ കൃഷ്ണവിനിഷ്ഠിതം മത്രുവരുധതി സർവജ്ഞ. അങ്ങ് സർവജ്ഞനാണ്, എനിക്കെല്ലാം അറിയാം. ഞാൻ ചോദിച്ചത് അതിലപ്പുറം അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചതിനും അപ്പുറത്ത് അന്യരച കൃഷ്ണവിനിഷ്ഠിതം ഭഗവാന്റെ ലീലാവിലാസങ്ങളിൽ ഇതിലപ്പുറം വേറെ എന്തെങ്കിലും അവിടത്തേക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് സർവം എല്ലാം പറഞ്ഞു തരണേ. എങ്ങനെ? വിസ്തൃതം വിസ്തരിച്ച് പറഞ്ഞു തരണം. ശ്രദ്ധാനായ വിസ്തൃതം
ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന എനിക്ക് അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു തരണേന്നാണ് ആവശ്യം. എനിക്ക് വിശപ്പ് ദാഹം ഒന്നും ബാധിക്കണില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അങ്ങ് കഥ നിർത്തിയതെങ്കിൽ അതും എന്നെ ബാധിക്കണില്ല. എന്താ അത് വിശപ്പ് ദാഹം എന്നിവ ബാധിക്കുക എങ്ങനെ ഇരിക്കുമ്പോഴാ? ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോഴാ. മഹാരാജാവ് അന്ന് ഇത്രയും 4 ദിവസമായിട്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ലാണെങ്കിൽ അത് ശരിയാണ്. വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ഞാൻ എൻ്റെ ഈ വായുവിലൂടെ ഉള്ളിലേക്ക് ഇറക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരു പാനീയം കുടിച്ചുകൊണ്ടിരിക്കുന്നു. പിബന്ധം ഹരികഥാമൃതം, അവിടുത്തെ മുഖാരബന്ധത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ശ്രീഹരികഥാമൃതം എന്ന അമൃത എന്റെ ചെവിയിലൂടെ ഞാൻ ഇതാ നിരന്തരം പാനം ചെയ്തുകൊണ്ടിരിക്കെ എനിക്ക് എവിടെ ദാഹം, വിശപ്പ് എവിടെ? അതുകൊണ്ട് വിസ്തരിച്ച് പറയണം. ഇതാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ശ്രദ്ധയുടെ പ്രത്യേകത. ശുശ്രൂഷു എന്ന പ്രഥമസ്കന്ധം 1-2 അധ്യായം 2-ാം ശ്ലോകത്തിലെ ശുശ്രൂഷു എന്നുള്ള വാക്കിന്റെ ഒരു ഉദാഹരണം വിശദീകരണമാണ് ഇത് എന്നർത്ഥം. ശുശ്രൂഷു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹമുള്ളവൻ, ശ്രദ്ധയുള്ളവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവർ എങ്ങനെയാവണം അതെന്ന് കാണിച്ചു. അങ്ങനെ ഒരാൾ കേൾക്കാൻ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ പറയുന്ന ആൾക്ക് പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പരീക്ഷിത് മഹാരാജാവിന്റെ മുമ്പിൽ വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന വിസ്തരിച്ച് പറയണേന്നാണ് പരീക്ഷിത് പറഞ്ഞത്. ശ്രീശുമൻ വ്യാഹർത്ത് വളരെ പരത്തി, വ്യാഹരിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാക്കി പരത്തി പറയാമെന്ന് വിസ്തരിച്ച് തന്നെ പറയാനായിട്ട് ആരംഭിച്ചു. എങ്ങനെ പരീക്ഷത്തിനെ നല്ലവണ്ണം ഒന്ന് അഭിനന്ദിച്ചു ശ്രീശുഭദ്രൻ മഹർഷി. മനസ്സുകൊണ്ട് പരീക്ഷത്തിനെ ബഹുമാനിച്ചു, മനസ്സുകൊണ്ട് ഭഗവത് കഥകളെയും ഒന്ന് ബഹുമാനിച്ചു. വിഷ്ണുരാധം പ്രത്യർച്ച, മനസ്സുകൊണ്ട് ആദ്യം പരീക്ഷത്തിനെയാണോ അഭിനന്ദിച്ചത്? നന്നായിട്ടോ, അദ്ദേഹത്തിന് കേൾക്കാൻ തോന്നിയില്ലോ. അതേസമയം ഇനി പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ കഥകളാണ്. അപ്പൊ കൃഷ്ണചരിതം പ്രത്യർച്ച, ആ ഭഗവത് കഥകളെയും ഒന്ന് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. തുടർന്ന് വിഷ്ണുരാധം പ്രത്യർച്ച കൃഷ്ണചരിതം പ്രത്യർച്ച, കൃഷ്ണചരിതം കരികൽമഷഘ്നം വ്യാഹർത്തുമാരഭത, കരികൽമഷഘ്നമായിരിക്കുന്ന ശ്രീകൃഷ്ണ ചരിത്രത്തെ പറയാനായിട്ട് ആരംഭിച്ചു. അങ്ങയുടെ ബുദ്ധി വേണ്ട രീതിയിലായി. ഭഗവത് കഥകളിൽ നൈഷ്ഠികമായ ഒരു താല്പര്യം അവിടത്തേക്കുണ്ടായി. നൈഷ്ഠികം എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടിയത്, ആരും പ്രേരിപ്പിക്കാതെ തന്നെ മനസ്സിലുണ്ടാവുന്ന നൈസർഗികമായ ഭാവം, അതാണ് നൈഷ്ഠികം. ഭാഗവതം കേൾക്കണേന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തിപ്പിടിച്ച് കുറച്ചു നേരം കേട്ടു പോകും എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും നൈഷ്ഠികത്തില്ല. എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറയാൻ പറ്റില്ല. ക്രമേണ അതിലേക്ക് മുമ്പിൽ വന്നിരുന്നാൽ പിന്നെ ഭഗവാൻ പിടിച്ചോളും. ഇതൊന്നുമില്ലാതെ ആരും പ്രേരിപ്പിക്കാതെ തന്നെ അല്ലേ? പ്രഹ്ലാദനെ പോലെയൊക്കെ നാം കണ്ടതാണ് അല്ലേ? പ്രഹ്ലാദ നൈസർഗികമായ ആ ഭാവം അത് പരീക്ഷത്തിൽ അങ്ങനെയൊക്കെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങയുടെ ബുദ്ധി വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതാ ശുശുഭദ്രൻ മഹർഷി പരീക്ഷത്തിന്റെ മുമ്പിൽ ശ്രീകൃഷ്ണ കഥകള് 2 ശ്ലോകങ്ങളിൽ നവസ്കന്ധത്തിൽ ഒരു ചുരുക്കിയ ആ കഥകൾ 121 അധ്യായങ്ങളിലായിട്ടാണ് ഇവിടെ നിങ്ങൾ വിസ്തരിക്കാൻ പോകുന്നത്. ദശമം 90, ഏകാദശം 31. വിസ്തരിച്ചാണ് അർത്ഥം. ശ്രീകൃഷ്ണ കഥകളുടെ ആ ഒരു പോക്ക് പറയണം. ആരംഭം ശ്രീകൃഷ്ണാവതാരത്തിന്റെ കാരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഭൂമിദേവിയുടെ ദുഃഖകരമായ അവസ്ഥ. ഭൂമിയിൽ ധാരാളം ദുഷ്ടരാജാക്കന്മാർ വന്നു പിറന്നു. രാജാക്കന്മാര് എന്ന് പറയാൻ അവരെ പറ്റില്ല എന്നാണ്. ദൈത്യാനീക ശതായുധൈ ദുർഭൃത നിർഭവ്യാജ ദൈത്യാനീക ശതായുധൈ, നിർഭവ്യാജന്മാരായ ദൈത്യന്മാര്. എന്ന വ്യാജത്തിൽ വന്നു പിറന്നിട്ടുള്ള അനവധി ശതായുധൈ, 100 ആയിരക്കണക്കിന് രാജാക്കന്മാരിതാ ഭൂമിയിൽ വന്നു പിറന്ന ഭൂമി ദേവിക്ക് ആക്രാന്ത, ഭൂമിക്ക് എന്തെന്നില്ലാത്ത ഭാരം, ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഭൂമി. രാജാവ് എന്ന പേര് കൊണ്ടോ വേഷം കൊണ്ടോ ഉള്ളൂ, ഉള്ളിൽ അസുരനാണ് എന്നർത്ഥം. അതാണ് നിർവ്യാജ ദൈത്യാനീകൻ. അങ്ങനെയുള്ള രാജാക്കന്മാർ ധാരാളം വന്നപ്പോൾ ഭൂമി ദേവിക്ക് ദുഃഖം. സജ്ജനങ്ങൾ എത്ര വർദ്ധിച്ചാലും ഭൂമിക്ക് ഒരു ദുഃഖമില്ല. ദുർജനങ്ങൾ ഒറ്റ കൂടുമ്പോഴേക്കും നിന്ന് സഖ്യം ചെയ്യേണ്ടി ദേവന്മാർക്കും അതേ പ്രയാസം. ഭൂമിയിൽ ഇത്തരത്തിലുള്ള അസുരന്മാർ വർദ്ധിച്ചാൽ ദേവന്മാർക്കും ദുഃഖം. ദേവന്മാരും ഭൂമിയിലെയും ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് സങ്കടം പറയണം. ബ്രഹ്മാവ് അത് കേട്ട് ആ ദേവനെയും കൂട്ടി പാലാഴി തീരത്ത് ചെന്ന് പുരുഷസൂക്തം ചൊല്ലി ഭഗവാനെ ആശ്രയിച്ചു മനസ്സുകൊണ്ട്. പുരുഷസൂക്തേണ ഉപദത്തെ, ബ്രഹ്മാവ് പുരുഷസൂക്തം ചൊല്ലി മറ്റുള്ളവരെ അത് മനസ്സുകൊണ്ട് കേട്ടു. മനസ്സുകൊണ്ട് ചൊല്ലി. ഒരാൾ ഉറപ്പിച്ചില്ല, ഒരാൾ ഉള്ളിലില്ല, ഒരാളോ അതിലധികം ആൾക്കാർ.
ഇതിനാണ് അനുസന്ധാനം എന്ന് പറയാം. സാധാരണ ഭാഗവതക്കാരങ്ങളൊക്കെ എങ്ങനെ വേണമെന്നാണ് സജ്ജനങ്ങൾ പറയാറ്. ആചാര്യനും ഇരുന്ന് വായിക്കുമ്പോൾ കൂടെ കേൾക്കാനിരിക്കുന്നവരൊപ്പം മനസ്സുകൊണ്ട് അനുസന്ധാനം ചെയ്യണം. അതാണ് അനുസന്ധാനം. അങ്ങനെ അനുസന്ധാനം ചെയ്ത് ഋഷിസൂക്തം കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തിയപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഉള്ളിൽ തന്റെ ആ ആഗ്രഹം, തന്റെ ആ നിശ്ചയത്തെ കേൾപ്പിച്ചു. അത് ബ്രഹ്മാവ് ദേവന്മാരോട് അങ്ങനെ പറഞ്ഞു, ആഖ്യാത പരമാത്മനാണ് ദേവഹം വാക്യം തഥാകർണ്യതാം. അല്ലയോ ദേവന്മാരെ, ഇതാ ഭഗവാൻ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കണു, സന്തോഷത്തോടുകൂടി നിങ്ങൾ കേട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് കൃഷ്ണാവതാര നിശ്ചയത്തെ കുറിച്ച് അങ്ങനെ പറയുകയാണ്. അല്ലയോ ദേവന്മാരെ, ഭൂമിയുടെയും ദേവന്മാരുടെയും ഒക്കെ ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ മുമ്പേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്ഷേപായ ഭവാമി യാദവകുലെ സോഹം സമഗ്രാത്മന. അതിനെ രണ്ട് രീതിയിൽ നിവാരണം ചെയ്യാൻ ഞാൻ യാദവകുലത്തിൽ അവതരിക്കാൻ പോകുന്നുണ്ട്. അതിന് ദേവന്മാരും ദേവസ്ത്രീകളുമൊക്കെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് യാദവന്മാരും യാദവ സ്ത്രീകളുമായിട്ട് വരാം. ഞാൻ യാദവകുലത്തിൽ വരുമ്പോൾ ദേവന്മാരൊക്കെ യാദവന്മാരാവുക, ദേവസ്ത്രീകളൊക്കെ യാദവ സ്ത്രീകളാവുക. ഇതിനു വേണ്ടിയിട്ട് തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയഃ. തൽപ്രിയാർത്ഥം ഭഗവാനെ സേവിക്കാൻ എന്നർത്ഥം. ബ്രഹ്മാവിന്റെ വാക്കായിട്ടാണല്ലോ അവിടെ പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. എല്ലാവരും നിങ്ങളൊക്കെ വരണം അദ്ദേഹത്തെ സേവിക്കാനായിട്ട്. തൽപ്രിയാർത്ഥം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട്. അല്ലാണ്ട് ഭഗവാന്റെ ആ ഭൂഭാരഹരണത്തില് ഒരു സാഹാര്യം എന്ന രീതിയിൽ ചിന്തിക്കരുത് എന്ന് പ്രത്യേകം ശ്രീ ശ്രീയാദി മറ്റു വ്യാഖ്യാനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽ സഹായാർത്ഥം, തൽപ്രിയാർത്ഥം, മത്സേവാർത്ഥം എന്ന് വ്യാഖ്യാനം ചെയ്തിരുന്നു. അപ്പൊ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, കൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ദേവന്മാര് യാദവന്മാരാവാം, ദേവസ്ത്രീകള് യാദവ സ്ത്രീകളായിട്ട് ഇരിക്കുക. അനന്തനാരായണ ചൈതന്യം അഗ്രഹോ ഭഗവത, മുമ്പിൽ ആദ്യം ജനിക്കും, പിന്നെ മായാഭഗവതിയും ജനിക്കും. അങ്ങനെ എല്ലാവരും ചേർന്ന് അത് ഭംഗിയാക്കി തീർക്കും എന്നുള്ള ആ ഭഗവാന്റെ വാക്ക് കേട്ട് ദേവന്മാരും ഭൂമിദേവിയും സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി പരീക്ഷിക്കേ എന്നങ്ങനെ കൃഷ്ണാവതാര ഉപക്രമം, ശ്രീകൃഷ്ണാവതാരത്തിന്റെ കാരണം ഉണ്ട്. എന്തിനൊരു കാരണമാണല്ലോ, കാര്യത്തിന് കാരണമായിട്ട് അതിനെ പറഞ്ഞു കേട്ടത്. പിന്നെ അടുത്ത രംഗം അവതാരഭൂമി. അതാണ് ആ അവതാരഭൂമി വിവരണമാണ് വസുദേവ ദേവകി വിവാഹത്തിലൂടെ അടുത്ത രംഗത്തിൽ നിർവഹിച്ചത്. ദേവകിയും വസുദേവനും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. വസുദേവ ദേവകിയെ വിവാഹം ചെയ്ത് കംസൻ അവരെ രണ്ടുപേരെയും തേരിൽ കയറ്റി പട്ടണ പ്രദക്ഷിണം ചെയ്ത് അവരുടെ ഗൃഹത്തിൽ കൊണ്ടാക്കാനായിട്ട് പുറപ്പെട്ടിരിക്കുന്നു. ആരാ കംസൻ? ഉഗ്രസേന സുത കംസ. ഉഗ്രസേന മഹാരാജാവിന്റെ മകനായ കംസൻ സുസുപ്രിയീഷയ സഹോദരിയായ ദേവകിയെ എന്തെന്നില്ലാത്ത വാത്സല്യത്തോടെ ലാളിച്ച് വളർത്തിയ ആ ദേവകിയെ ആ വാത്സല്യത്തിന്റെ പൂർണ്ണമായ ഭാവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി താൻ തന്നെ തേരിൽ കയറ്റി താൻ തന്നെ തേർതെടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവനവൻ തന്നെ കൊണ്ടുപോകാം നമ്മൾ തീരുമാനിച്ചത്. എന്താ ആ വാത്സല്യത്തിന്റെ ശക്തി, ബഹുമാനത്തിന്റെ ശക്തി. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വലിയ വലിയ ഗ്രാമന്മാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെന്ന് ഡ്രൈവറെ പറഞ്ഞേക്കാണ് അവനും തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരും. എന്താത് അവരോടുള്ള ആ ബഹുമാനത്തിന്റെ. അപ്പൊ കംസൻ ഇങ്ങനെ ചെയ്യേണ്ടത് കാണുമ്പോൾ എന്താ സുസുപ്രിയ കംസനെ കുറിച്ച് എല്ലാവർക്കും വലിയൊരു ബഹുമാനം ഉണ്ടാവും. അതേ കുറച്ചൊരു ഈത്തപ്പേരൊക്കെ ഉണ്ടല്ലോ, അല്പം ക്രൂരനാണെന്നൊക്കെ അല്ലെങ്കിൽ ഒരു ദുർബുദ്ധിയാണെന്നൊക്കെ ഒരു പൊതുവെ പേരുണ്ടെങ്കിലും ആ ദുഷ്പേരൊന്ന് മാറും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കംസൻ ഇങ്ങനെ പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരും കാണുമ്പോൾ പറ്റി താനല്ലേ പറഞ്ഞ കംസൻ ഒന്നല്ല നോക്കൂ, ആ നീതിയെ കൊണ്ടുപോകണം, എന്തൊരു ഭംഗിയായില്ല സന്തോഷമായിട്ട് കൊണ്ടുപോകണം. അപ്പാനൊക്കെ പറഞ്ഞ നീതിയും ഭർത്താവും പിന്നിലിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് പിന്നാക്കം തിരിഞ്ഞ് ഓരോ നേരം പോക്കൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. തീർച്ചയായിട്ടു കംസൻ. അപ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഇതാ അല്ലയോ കംസ, നിന്റെ അടുത്തിരിക്കുന്ന സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്നെ വധിക്കും എന്നൊരു അശരീരി ഉണ്ടായത്. അതോടുകൂടി കഴിഞ്ഞു. എവിടെയായിരുന്നു ഈ വാത്സല്യം എന്നുള്ളത് നാം ആലോചിക്കുക. അടുത്ത നിമിഷത്തിൽ വാളെടുത്ത് ദേവകിയെ വെട്ടാനായിട്ട് കംസൻ പുറപ്പെട്ടപ്പോൾ എവിടെ പോയി? സുസുപ്രിയീർഷ ദുഷ്ടാനാമി ദുഷ്ടകരുണ വല്ലപ്പോഴൊക്കെ ഉണ്ടാവൂന്നർത്ഥം ദുഷ്ടന്മാരുടെ മനസ്സിൽ. അത് കാണിക്കാനാണ്, മറ്റുള്ളവരെ കാണിക്കാനാണ്. ഇപ്പൊ അതല്ല, ഇവിടെ തന്റെ കാര്യം വന്നപ്പോൾ എന്തായി? സ്വാർത്ഥോന്മൂലിത സൗഹൃദം സ്വാർത്ഥത്തെ ഉന്മൂലനം ചെയ്യുന്നു.
ദേവകിയെ വെട്ടാനായിട്ട് വാളൂരിയ കംസന്റെ കയ്യിൽ കയറി പിടിച്ച് വസുദേവര് തടഞ്ഞു നിർത്തി ചില നല്ല നല്ല വാക്കുകളൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ കൊല്ലരുത്, ശരിയല്ല, സ്ത്രീയാണ്, പോരാത്തതിന് സഹോദരിയാണ്, സ്ത്രീയാണ്, വിവാഹം കഴിഞ്ഞ് പോവുകയാണ്, ഇതൊന്നും ചെയ്ത്. പിന്നെ മാത്രമല്ല സഹോദരിയാണെങ്കിലും പുത്രികോപമ, മകളെപ്പോലെ വാത്സല്യത്തോടു കൂടി വളർത്തിയതാണ്. അങ്ങനെ ഒരാളെ കൊല്ലാമോ? ഏതോ ഒരു പാട്ട് കേട്ടിട്ട് അതുകൊണ്ടൊന്നും കാര്യം കഴിയില്ല. ശിശുവൻ പറയാ, പരീക്ഷിത ഏവം സാമഗർഭേദേ ബോധ്യമാനോ വിനാരമഞ്ഞവർത്തത പരീക്ഷിത് അടങ്ങിയില്ല കംസൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും. അപ്പൊ പിന്നെ കാമം, ഭേദം ഇത് രണ്ടും പ്രയോഗിച്ചു. തൃപ്തിയില്ല എന്നപ്പോ ദാനം, അടുത്ത പോയാണ് ദാനം, എന്താ കൊടുക്കുക എന്നുള്ളത്. അതാണ് പിന്നെ വസുദേവൻ മനസ്സിൽ ചിന്തിച്ചത്. എന്താ പുത്രാൻ യഥസ്തേ ഭയമുദ്ധിതം. അല്ലയോ കംസമഹാരാജാവേ, അങ്ങക്ക് ഇവളിൽ നിന്നല്ലല്ലോ ഭയം, ഇവളുടെ പുത്രന്മാരിൽ നിന്നല്ലേ. അതുകൊണ്ട് ഉണ്ടാകുന്ന പുത്രന്മാരെയൊക്കെ ഞാൻ അങ്ങക്ക് സമർപ്പിക്കാം. അങ്ങ് എന്ത് വേണമെങ്കിൽ ചെയ്യാം, വളർത്തി കൊല്ല്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ഇവളെ വധിക്കരുതേ. അതാണ് വസുദേവര് കംസനോട് പറഞ്ഞത്. പുത്രാൻ മോചയേ കൃവണാമിമാം സുധാമേ യതിജായേരൻ. കുട്ടികളെ വധിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഇപ്പോ ഇവിടെ രക്ഷിക്കുക. അവധർമ്മം, ഭർത്താവിന്റെ അവധർമ്മം, ഭാര്യയ്ക്ക് ജീവഹാനി വരുമെന്ന് പറഞ്ഞാൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തി അതിനെ പരിഹരിക്കാൻ എന്തു വേണോ അത് ചെയ്യണം. അതാണ് അവധർമ്മം. അല്ലാണ്ട് വസുദേവൻ തന്റെ കുട്ടികളെ കൊല്ലാൻ വലിച്ചെറിഞ്ഞു കൊടുത്തു ചിന്തിക്കരുത്. എന്താ കാരണം? ഇതൊക്കെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് എന്തെന്നില്ലാത്ത ദുഃഖഭാരം ഉള്ളിൽ കടിച്ചൊതുക്കിക്കൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ട് വസുദേവര് കംസനോട് ഇങ്ങനെ പറഞ്ഞത് കുട്ടികളെ തരാമെന്ന്. അത് കണ്ടപ്പോ കംസനും കുറച്ചൊരു സമാധാനമായി. വസുദേവര് സത്യവും വസുദേവര് സത്യം പറഞ്ഞ പ്രവർത്തിക്കുന്ന ആളാണ്, എല്ലാം വേണ്ട രീതിയിൽ ചെയ്യും എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ആ രംഗം അവിടെ നിന്നു. പിന്നെ ഘോഷയാത്രയൊന്നും ഉണ്ടായില്ല, ഓരോരുത്തർ ഗൃഹത്തിലേക്ക് പോയി. പിന്നെ അസകാല ഉപാവൃത്തെ കാലമായപ്പോൾ ദേവകി ഗർഭം ധരിച്ച് കീർത്തിമാൻ എന്ന പേരായ ആദ്യത്തെ ഉണ്ണിയെ പ്രസവിച്ചു. അതോടുകൂടി വസുദേവരെ ഇതാ അവിടെ നിന്ന് കുട്ടിയെയും എടുത്തുകൊണ്ട് കംസന്റെ അടുത്ത് കൊണ്ടു കിടത്തി. കംസൻ അത് കണ്ടപ്പോൾ അല്പം ഒരു കാരുണ്യം, എന്താ അദ്ദേഹം ആലോചിച്ചു, അഷ്ടമാൽ യുവയോർഗർഭ കില, അങ്ങനെയല്ലേ പ്രസിദ്ധി എന്നാണ്. കില എന്ന വാക്കിന് പ്രസിദ്ധി എന്നർത്ഥമുണ്ട്. വസുദേവരെ അങ്ങനെയല്ലേ, എട്ടാമത്തേന്നല്ലേ പറഞ്ഞത്? ഞാനും അങ്ങനെയാണല്ലോ കേട്ടത്. അഷ്ടമാൽ യുവയോർഗർഭാൽ മൃത്യുർമേവിഹിത കില. അങ്ങനെയാണ്. അപ്പൊ ഇതൊന്നാമത്തെ അല്ലേ? യാതൊരുമാരോലും മഹ്യൻ അസ്മാദസ്തി മേ ഭയം. ഈ ഉണ്ണി എന്നെ കൊല്ലില്ല, എനിക്ക് ഉറപ്പാണ്, കൊണ്ടുപോകുള്ളൂ എന്നാണ്. അതല്ല, ഒരു സാധാരണ ആർക്കായാലും ചെറിയ കുട്ടികളെ കണ്ട ഇങ്ങനെ ഒരു കൈയും കാലിട്ടടിച്ച് കരയുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഒരു കൗതുകം ആർക്കായാലും തോന്നും അല്ലേ? അത് മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ, മൃഗങ്ങൾ പോലും അല്ലെ. ചെറിയ മനുഷ്യ കുട്ടികളെ ഉപദ്രവിക്കാണ്ട് എത്ര മൃഗങ്ങളല്ലേ, ക്രൂരമൃഗങ്ങളുടെ മുമ്പിൽ പെടുന്ന ചെറിയ മനുഷ്യ കുട്ടികളെ, തീപ്പറ്റിൻ്റെയൊക്കെ മുമ്പിൽ പെടുന്ന ചെറിയ മനുഷ്യ കുട്ടികളെ തൊടാതെ മാറിപ്പോകുന്ന എത്ര കഥകൾ നമുക്ക് വായിക്കാൻ പറ്റും. ആന ഓടി വരുന്നു, ചെറിയ കുട്ടിയെ കണ്ടാൽ തൊടാണ്ട് പോകണു. ആ ചെറിയ കുട്ടികൾ ആ ബാല്യത, വാത്സല്യം, അതിൻ്റെ ഒരു ആകർഷകത്വം അത് പക്ഷേ കംസൻ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവാം എന്ന് വേണം വിചാരിക്കാൻ. നല്ലോണം നോക്കുമ്പോ കംസന് തോന്നാണ്, മാമാന്ന് പറയുന്നോന്നൊരു സംശയം. പതിയാതോയം കംസൻ പറഞ്ഞു കൊണ്ടപ്പോളൂ. വസുദേവര് കുട്ടിയെ എടുത്തുകൊണ്ടും ദേവിയുടെ എടുത്തുകൊണ്ട് കിടത്തി. പക്ഷെ എന്നാ അഭ്യനന്ദത തദ്വാക്യം, ആ വാക്കിനെ സ്ഥിരമാണ് എന്ന് വസുദേവന് കണക്കാക്കിയില്ല. ദേവിക്ക് പറഞ്ഞു, കണ്ടില്ലേ എൻ്റെ ഏട്ടൻ അത്ര കുഴപ്പക്കാരനൊന്നുമില്ല, നല്ല രക്ഷയാണ് എന്നൊക്കെ ദേവി ഏട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ വസുദേവന് പറഞ്ഞു പറക്കാൻ ഉറപ്പിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞു. അഭ്യനന്ദത തദ്വാക്യം. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഇതാ നാരദ മഹർഷി വരണോ. നാരദ മഹർഷി വന്ന് കംസനെ നല്ലവണ്ണം നമ്മൾ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അങ്ങ് കാലനേമി എന്ന മഹാരാജാവ്, കാലനേമി എന്ന അസുര രാജാവായിരുന്നു. വിഷ്ണു അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഒന്നും ഓർമ്മയില്ലേ. ഇപ്പൊ അങ്ങ് വീണ്ടും കംസനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്നത് വിഷ്ണു ആണത്. എട്ടാമത്തെ എന്നൊന്നും കണക്കാ
ഉണ്ടാക്കേണ്ട. അഷ്ടമ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അഷ്ടാമ 8 ഐശ്വര്യങ്ങളുള്ള ആള്, അഷ്ടൈശ്വര്യമുള്ള ഗർഭമൊക്കെ അർത്ഥമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നങ്ങനെ ഏതൽ കംസായ ഭഗവാൻ ശംസാഭ്യേത്യ നാരദഃ. ഇതെല്ലാം നാരദ മഹർഷി വന്ന് കംസനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ആത്മാനമിഹം ജാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമിം. മനസ്സിലായി, ആത്മാനം ഞാൻ ആരാത്, കാലനേമി മഹാസുരം, ഞാൻ പഴയ അസുരനായ കാലനേമിയാണല്ലോ. അതോടുകൂടി ജാതം ജാതമഹൻ പുത്രം നയോ അജനശങ്കയാ. പിന്നിതാ വസുദേവർക്ക് ജനിക്കുന്നതായ കുട്ടികളെ ഓരോന്നോരോന്നായിട്ട് രക്ഷിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഒന്നുണ്ടാവുന്നില്ല, ചില തർക്കങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ചൊക്കെ പറയുന്നത്. നമുക്ക് അതിനൊന്നും തർക്ക വിഷയമില്ല. ജാതം ജാതമഹൻ ജനിക്കുന്ന ദേവീപുത്രന്മാരെ കംസനാണ് വധിച്ചുകൊണ്ടിരുന്നു. 6 കുട്ടികൾ വധിക്കപ്പെട്ടു. 7ാമതാണ് സാക്ഷാത് അനന്തനാരായണമൂർത്തി ദേവിയുടെ ഗർഭത്തിലേക്കാണ് വന്നു ചേർന്നത്. അപ്പോഴേക്കും കംസനിത ഉഗ്രസേനനെ പിടിച്ചു കെട്ടി കാരാഗൃഹത്തിലടിച്ച് സ്വയം രാജാവാക്കി ആയി പ്രഖ്യാപിച്ച് യദൂനാം കഥനഞ്ചക്രെ യാദവന്മാരെയെല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴാരും പറഞ്ഞിട്ടുണ്ട്, ഈ യാദവന്മാരെന്ന് പറഞ്ഞാൽ ആരാകംസ നോക്കൂ, ദേവന്മാരാ, നിങ്ങളെ ദ്രോഹിക്കാൻ വന്നപ്പോല ഇത്രയൊക്കെ വിസ്തരിച്ചും വരാം. അതിൻ്റെ വാക്കുകൾ കുറച്ച് അധികം വിസ്തരിച്ചും തരുന്നത്. എന്തായാലും ഇതൊക്കെ യാദവന്മാരെ ഉപദ്രവിക്കാൻ വൃത്തിയാക്കി യദൂനാംഗതനഞ്ചക്രേ ബലി ബലവാനായ കംസൻ മാഗധ സംശ്രയ. ജരാസന്ധന്റെ സഹായത്തോടുകൂടി നമ്മൾ എടുത്തു പറയുന്ന പ്രത്യേകം എന്താത്, ജരാസന്ധന്റെ മക്കളെയാണ് ഇപ്പോൾ കംസൻ വിവാഹം കഴിക്കുന്നത്. അസ്ഥിപ്രാപ്തിഷ്ഠ കംസസ്യ മഹിഷു. അപ്പോൾ മകളെ കല്യാണം കഴിച്ചാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കില്ലേ. പിന്നെ ജരാസന്ധനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ജരാസന്ധനെ വെട്ടിയാലും കുട്ടികളും ചാവില്ല. പിന്നെ എങ്ങനെയാണ് കൊല്ലണമെങ്കിൽ നമുക്ക് രാജസൂയഭാഗത്ത് കാണാം അല്ലേ. അപ്പോൾ ജരാസന്ധനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജരാസന്ധന്റെ കൂടെ ആ സൈന്യം പുറപ്പെട്ട ആർക്കും എല്ലാം പറ്റില്ല. ബലി മാഗധ സംശ്രയ. അതുകൊണ്ടാണ് ഇപ്പോൾ ബലവാനായ കംസൻ ജരാസന്ധനോടുകൂടി പിന്നെ അന്വേഷിച്ച സുരഭൂപാലി മറ്റ് രാജാക്കന്മാരും ഇതാ കംസനെ സഹായിച്ചുകൊണ്ടിരുന്നു. അതോടുകൂടി യാദവന്മാരൊക്കെ ഓരോരോ ഭാഗത്തേക്ക് ഓടിപ്പോയി. ഓരോരോ രാജ്യങ്ങളിലേക്ക് യാദവന്മാരെ പീഡിതാൻ വിഷു സാലാൻ വിദർഭാൻ വിദേഹാൻ കോസലാനവി പലരും പല രാജ്യത്തേക്ക് ഒളിച്ചോടി. ഏറെ ചിലര് ഏകേ തമനുവൃന്ധാനാഹ, ചിലര് കംസന്റെ കൂടെ സേവകന്മാരായിട്ട് നിന്നു. ഇങ്ങനെ ഹരേഷു സുബാലേഷു ഇങ്ങനെ 6 വിട്ടുമാരും മരിച്ചു കഴിഞ്ഞു. 7ാമത് ഭക്തമോ വൈഷ്ണവന്താണ്. 7ാമത് വൈഷ്ണവചൈതന്യം അനന്തനാരായണമൂർത്തി ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോൾ ഭഗവാൻ യോഗമായി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ദേവിക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ പോയിട്ട് ദേവകി ഗർഭത്തിൽ നിന്ന് അനന്തനാരായണമൂർത്തിയുടെ ആ ചൈതന്യത്തെ രോഹിണി ഗർഭത്തിലേക്ക് വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണി ഇപ്പൊ നന്ദഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ആ ഓടിപ്പോയിന്ന്. ആ പലരും പലർക്കും ഓടിപ്പോകുന്ന കൂട്ടത്തിൽ വസുദേവര് തന്റെ സുഹൃത്തായ നന്ദഗോപുരുടെ അടുത്തേക്ക് രോഹിണിയെ കൊണ്ടാക്കി. ഇവരെ അവിടെ നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. പലരും പല രീതിയിൽ നന്ദഗോപുരം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അവിടെ കൊടുത്ത് നോക്കണം. അതാണ് ആ യശോദയുടെ ഗർഭത്തിലേക്ക് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ഈ ശേഷതൈതന്യത്തിൽ ദേവി മാറ്റണം. പിന്നെ അത് കഴിഞ്ഞ് ദേവി യശോദയുടെ ഗർഭത്തിൽ വന്ന് താൻ രൂപമെടുക്കണം. ഞാനിവിടെ 8ാമത് ദേവിയുടെ ഗർഭത്തിൽ രൂപമെടുക്കും എന്ന് മായാദേവിയെ ഭഗവാൻ പറഞ്ഞങ്ങനെ നിർദ്ദേശിച്ച് ചട്ടം കെട്ടി. വെറുതെ അതിലാട്ടോളം തോന്നുന്നു ഭഗവാൻ. ഈ പണിയെടുത്താൽ വെറുതെ അല്ലേ, എന്തെങ്കിലും പണിയെടുത്താൽ പ്രതിഫലം വേണ്ടേ? വെറുതെ ആവില്ല, എന്താണല്ലേ ദുർഗേരിഭദ്രകാളി വിജയാചണ്ഡിക. ഇനി ജനങ്ങള് ലളിതാസനാമം ജപിച്ചങ്ങനെ 108 ദുർഗാലയങ്ങളിൽ ദേവിയെ പ്രതിഷ്ഠിച്ച് വരും കാലങ്ങളിൽ പൂജിച്ചോളൂ. ഓമിനി അതെല്ലാം അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഇതാ ദേവി പോയി. പിന്നെ ഇതാ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നുള്ളതോടുകൂടി കംസന് ഭയമായി. എണ്ണത്തിൽ കൂട്ടണോ വേണ്ടെന്നൊക്കെ ആയി സംശയം. വേഗം കംസൻ ഇനി ഗർഭമുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് വസുദേവരും ദേവകിയും കാരാഗൃഹത്തിലടുത്ത് 2 തൂണിൽ 2 ഭാഗത്തായിട്ട് തൊടാൻ പറ്റാത്ത രീതിയിൽ വളരെ അകലെ കാണാൻ പറ്റുന്ന രീതിയിൽ കെട്ടിയിട്ടു. ദുഃഖമായി അയവൊരുക്കിക്കൊണ്ട് 2 പേരും അങ്ങനെ കഴിയുന്നു. മരിച്ചുപോയ കുട്ടികളുടെ ദുഃഖം ദേവകി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കരയും. അപ്പോൾ വസുദേവർ കരയരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വസുദേവർ കുറേ വാക്കുകൾ വരുമ്പോഴേക്കും അറിയാതെ വസുദേവർ കരച്ചിൽ തുടങ്ങും. അപ്പോൾ ദേവകി കരച്ചിൽ നിർത്തിയിട്ട് എന്നോട് കരയരുതേ പറഞ്ഞിട്ട് നിങ്ങൾ
ഇവിടുന്ന് കരയാണോ? ഇങ്ങനെ ദുഃഖപൂർണ്ണപൂരിതമായ ആ അന്തരീക്ഷത്തിന്റെ ഇടയിലേക്ക് ഒരു ദിവസം ഇതാ വസുദേവരുടെ മനസ്സിലേക്ക് ഒരു ആനന്ദ പ്രകാശം വന്ന് വീണു. സർവാത്മകം ആ ഭഗവത് ചൈതന്യം ആവിവേശ ആനകദുർഗുഭേഹേ ഭഗവാൻ വസുദേവരുടെ മനസ്സിലേക്ക് ചൈതന്യ സ്വരൂപമായി പ്രവേശിച്ചത് വസുദേവരുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖത്തെയും തീർത്തു. അത് വസുദേവര് രണ്ട് വാക്കുകളിലൂടെ ദേവകി ദേവിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ദേവകി ദേവിയും ആ ചൈതന്യത്തെ ഉള്ളിലങ്ങനെ ധരിച്ചു. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മദേവന്മാരെ ഒന്ന് സ്തുതിച്ചു. കംസൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ നോക്കാനായിട്ട് അന്വേഷണമൊക്കെ ഉണ്ട്. കാരാഗ്രഹം തുറന്നു നോക്കിയിരിക്കും ഒരു ദിവസം വന്നിട്ട്. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒരിക്കൽ കംസൻ വന്ന് വാതിൽ തുറന്നു തന്നെയുണ്ടോ അപ്പോഴൊക്കെ അടച്ചു. തുറക്കാനാണ് ഭാവിച്ചപ്പോഴേക്കും അതിൽ നിന്ന് കാരാഗ്രഹത്തിൽ നിന്ന് ഒരു ഭയങ്കര തീക്ഷ്ണമായ രശ്മി, വലിയൊരു പ്രകാശം പെട്ടെന്ന് കംസന്റെ കണ്ണിലങ്ങ് വന്നടിച്ചു. അതോടുകൂടി കംസൻ കണ്ണടച്ചു. ആഹാ അയ്യോ എന്ന് ലോചിച്ചു. ഏഷാ ഹരിർ ഗുഹാൻ പ്രാണഹരോ ഹരി, അയ്യോ എന്നെ കൊല്ലാനുള്ള ഹരി ഇവിടെ വന്നു വിട്ടു എന്ന് പറഞ്ഞ ഉറക്കെ നലോവച്ചും കൊണ്ട് വാതിൽ കൂട്ടി കംസൻ അവിടുന്ന് ഓടിപ്പോയി. പിന്നെ ചിന്തയാണ് കംസനെ ശരിക്കും പറയുന്നത്. പ്രതീക്ഷത്തെ ഇത് കംസന്റെ പ്രകൃതി ചിന്തയാണോ ഹൃഷീകേശം അവശ്യൽ തന്മയം ജഗൽ. എല്ലായിടത്തും കംസൻ നോക്കിയാൽ വിഷ്ണു ഉള്ളൂ. എന്താ വെള്ളത്തിലുണ്ടോ, കരയിലുണ്ടോ, മൃഗമായിട്ട് വരാം, ആനയായിട്ട് വരാം, മത്സ്യമായിട്ട് വരാം, ഒന്നും ബോധ്യമാവണില്ല. കുടിക്കാനൊക്കെ ചെല്ലുമ്പോൾ മത്സ്യങ്ങൾ പോലെ കാണാനൊക്കെ പുള്ളി കണ്ടാച്ച് പറഞ്ഞു വരുന്നു ഭയമായിട്ട്. ഇരുന്നാലും നിർത്തിയില്ല. എന്തിന് അങ്ങനെ ചിന്തിക്കണമെന്നുള്ളത്? എന്താ ചിന്തയാനോ ഋഷികേശം, ഭഗവാനാണ് ചിന്തിക്കുന്നത്. ഭയത്തോടുകൂടിയാണെങ്കിലും അങ്ങ് എവിടെ എവിടെ ഭഗവാൻ ഉണ്ടോന്ന് ചിന്തിക്കുമ്പോ എന്തായി? ഈശ്വര തന്നെയാണ്. നോക്കൂ, ആർക്കും അങ്ങനെ കാണാൻ സാധിക്കാം. എത്രയെത്ര അഭ്യാസം ഉണ്ടായാൽ പോലും നമുക്കൊന്ന് പറ്റുന്നോ? കംസനെ സാധിച്ചു. എങ്ങനെയെങ്കിലും ആവട്ടെ എല്ലാവർക്കും വിഷ്ണുവാണെന്ന്. അങ്ങനെ കംസൻ അതിങ്ങനെ ചിന്തിച്ചു. 12 വർഷം ചിന്തയുണ്ട്. അങ്ങനെ 20 ബ്രഹ്മാദിദേവന്മാര് വന്ന് ഇവിടെ ഗർഭകരനായ ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. തുടർന്നിതാ കാലം അനുകൂലമായി തിരഞ്ഞെടുക്കുന്നു. ഭഗവാന്റെ ആ അവതാരത്തിന്, ഭഗവാന്റെ അവതാരം നല്ല സമയത്തേമല്ല, ഭഗവാന്റെ അവതാരത്തിന് സമയം ഒന്നായി. കാലസ്വരൂപനായ ഭഗവാൻ അവതരിക്കാൻ പുറപ്പെടുമ്പോൾ കാലം അതിനനുഗുണമായ പ്രവൃത്തികൾ ചെയ്തു എന്നാണ് വലിയ അധ്യായം 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കുറെ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റാം. അങ്ങനെ എല്ലാ വിഷയങ്ങളും അനുകൂലമായി ഭഗവത് അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ അതാ അർദ്ധരാത്രി വിശീലെ സമവിഭൂതെ, അർദ്ധരാത്രിയിൽ ദേവകിയുടെ പുത്രനായി ഭഗവാൻ അവതരിച്ചു എന്നിങ്ങനെ അടുത്ത അധ്യായം വായിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച അഥ സർവഗുണോ വേദ കാല പരമശോഭന ജന്മർഷം ശാന്തർഷഗ്രഹതാരകം വിഷപ്രസേതു ഗഗനം നിർമ്മലോടുഗണോദയം മധ്യപ്രസന്നസലിലാഃ ഹരാ ജലരുഹശ്രിയഃ വിജാളികുലസംനാദസ്തവകാവനരായ വവൗവായുസുഖസ്പേശ പുണ്യഗന്ധമഹശ്രുതി അഗ്രഹശ്ചദ്വിജാഹീനാം ശാന്താസ്തത്ര സമിന്ധത മനാസ്യാസൻ പ്രസന്നായി സാധൂനാസുരഗൃഹാം യായമാനേ ജനേ തസ്മിന്നേതു ദുന്ദുഭയോ ദിവി ജപഃ കിന്നരഗന്ധർവാഃ തുഷ്ടുഃ സിദ്ധചാരുണാഃ ഹരിയശ്ച നമൃദുഃ സരോഭിഃ സമം തദാ മുമുദുർമുനയോ ദേവാഃ സുമനാംസ്യമുദാംഭിലാഃ മന്ദം മന്ദം ജലധരാജഗദ്ഗുരനുസാഗരം നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം
വിഷ്ണു സർവമഹാജയ സർവത്ര ഗോവിന്ദ 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 നാരായണ 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 ദേവക്യം ദേവരൂപിണ്യാം വിഷ്ണു സർവമുഖാജയം അവിരാജീയഥാ പ്രാച്യാം ദിശിന്ദുരിവപുഷ്കരഃ തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൗഭഗം മഹാരിണമൈഡൂര്യകിരീണകുണ്ടലഭ്യുഷാപരിഷ്വപ്രദസ്രകുണ്ടലം ഉദ്രാമകാന്ത്യങ്കജകങ്കണാദിഭിർവിരോചമാനം വസുദേവൈക്ഷദാ സർവത്ര ഗോവിന്ദനാം കിരീടം തരിവള കടകം കാഞ്ചി ഭൂചേരമാല ധന്യശ്രീവത്സകൽക്കൗസ്തുഭമിടകലരും ചാരുദോരം ധാരാളം ശംഖം ചക്രം ഗജാമംഗജമിലസും നാലുകൈകളോടും സങ്കീർണശ്യാമവർണം ഹരിവപു അമലം പൂരയേൽ മംഗളം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ദേവിയുടെയും വസുദേവരുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചത് ആദ്യം കണ്ടത് വസുദേവരാണ്. ഇങ്ങനെയുള്ള പ്രസവിച്ച സ്ത്രീ അല്ല ആദ്യം കാണാൻ, കൃഷ്ണവരാ കാണാം. വസുദേവര് കണ്ടു. വസുദേവർക്ക് കൃത്യമായിട്ടും അത് ഈശ്വര ചൈതന്യമാണ് എന്ന ബോധ്യമായി. അതിനു വേണ്ടിയിട്ടാണ് നാലുകൈകളോടുകൂടിയ ആ വൈഷ്ണവ സ്വരൂപത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവതരിച്ചത്. അത്ഭുതത്തോടുകൂടി വസുദേവര് നോക്കിക്കൊണ്ട് ഉണ്ണിയെ ഈശ്വരനാണെന്ന് കണ്ടറിഞ്ഞ് സ്തുതിച്ചു. സവിസ്മയോൽപുല്ലവിലോചനോ ഹരിം സുതം വിലോക്യാനകദുന്ദുഭി തദാ കൃഷ്ണാവതാരോത്സവസംഭ്രമോസ്പൃശന്മുദാദ്വിജേഭ്യോയുതമാ അഹൈനമസ്തൗരവധാര്യ പുരുഷം പരം മതാംഗ കൃതധീകൃതാഞ്ജലി സരോജിഷാ ഭാരത മുനികാഗൃഹം വിരോചയന്തം ഗദഭീഃ പ്രഭാവവിദ്യയുടെ മഹാത്മ്യം മനസ്സിലായിട്ടുണ്ട്. അവതാരത്തോടുകൂടി ഗദഭി അതോടുകൂടി ഭയം തീർത്തുവിട്ടുപോയ അദ്ദേഹത്തിന് ഇത്രയും കാലം ഭയം ഉണ്ടായിരുന്നു അല്ലേ? കംസൻ എന്തൊക്കെയാ ചെയ്യാറുണ്ട്. ഇപ്പൊ ഭഗവത് അവതാരം കഴിഞ്ഞ് ആയതോടുകൂടി വസുദേവരുടെ മനസ്സിൽ ഒരു ഭയമില്ല. ഭയം വിട്ട് സന്തോഷത്തോടുകൂടി ഒന്ന് നമസ്കരിച്ചുകൊണ്ട് വസുദേവരെ സ്തുതിച്ചു. തനിക്ക് പുണ്യുണ്ടായതിന് മനസ്സുകൊണ്ട് അതിനാവേണ്ടി ദാനങ്ങളിവിടെ ചെയ്യും കേട്ടോ. ഇതൊക്കെ ഇനി ശാരീരികമായിട്ട് ചെയ്യുമെന്ന് മധുര മഹാരാജാവിൻ്റെ അവിടെ രാജാവാക്കിയതിന് ശേഷം സംഭവത്തിന് ശേഷമുള്ള പാട്ട് കാണാം. വീണ്ടും സ്ഥാനാദികളൊക്കെ ചെയ്തു. എന്താണോ യാ കൃഷ്ണരാമജന്മർഷേ മനോദത്താദ്വിയാദി. അന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സന്ദർഭത്തിൽ മനസ്സുകൊണ്ട് എന്തെല്ലാം ദാനമാണോ താൻ സങ്കല്പിച്ചത് അത് മുഴുവൻ അവിടെ ചെയ്തു എന്നാണ്. അപ്പൊ ഇവിടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. മുതാ വിജയഭ്യ അയുധം ആപ്ലുതോഗവാം. മനസ്സുകൊണ്ട് ധാരാളം മനസ്സുകൊണ്ട് ആപ്ലുത മനസ്സുകൊണ്ട് സ്നാനം ചെയ്ത് ദാനം ചെയ്തു. പിന്നെ ഭഗവാനെ സ്തുതിച്ചു. എന്താ വസുദേവ സ്തുതിച്ചത്? വസുദേവവാദ വിദിതോധി ഭവാൻ സാക്ഷാൽ പുരുഷപ്രദേപര കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദുർക്ക് തനേവ സ്വപ്രകൃതിയെ ദൃഷ്ടാഗ്രഹേ ത്രിഗുണാത്മകം തദിനുത്തമ്യ പ്രവിഷ്ടവിഹാർഗ്യസേ യഥേമേ വികൃതാഭാവാ തഥാദേ ഹൃദയ സഹ നാനാവീര്യാപസക്ഭൂതാവിരാജഞ്ജനയന്തി സഞ്ജീവത്തി സമുത്ഥാദ്യശ്യന്തേ വിദായ ആകേ വിദ്യമാനത്വാന്നദേഹാം സംഭവ ഏവം ഭവാൻ ബുദ്ധ്യന്മേലക്ഷണൈർഗ്രാഹ്യർഗുണൈः സൻ അപി തത്ഗുണാൻ ഗ്രഹ അനാവതത്വാർഗേന്ദ്രം നേ സർവസ്യ സർവാത്മനാത്മവസ്തുന യാത്മനോദസ്യ ഗുണേഷു വിനാനുവാദം തന്മിനീഷം സമ്യക്തസ്യ കംവാദ
ഈശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധരേ ദുരാശ്രയത്വാൽ ഉപലഭ്യതേ ഗുണൈ സത്വം ലോകത്തിലേഷ്ടമായ വർണ്ണമാത്മന സർഗായ രക്തം രജസോ പ്രതിഹിതം കൃഷ്ണജാതം തത്സാധനാർക്കേ ഹസ്യലോകസ്യ വിഭോരി ലക്ഷ്യു ഗൃഹേവതിർമോഹതി മമാഖിലേശ്വര അയന്യസജ്ഞാസുരകോടിയൂതധേർന്നവീക്ഷ്യമാനാണ് ഹിലേഷേജമു അയം ത്വസദ്യ സ്തവനം ജന്മനോ ഗൃഹേഷു ത്വാമിലാസ്തേന്യവധിയിൽ സുരേശ്വര സദേവനാരം പുരുഷൈ സമർപ്പിതം ഈശ്വരജന്യത്തെ അറിഞ്ഞുകൊണ്ട് സ്തുതിയാണ് വസുദേവൻ നാം പറഞ്ഞു. കൃഷ്ണൻ ഈശ്വരനാണ്, തന്റെ മുമ്പിൽ മകനായി വന്നപ്പോൾ ഈശ്വരനാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഈ ഗൃഹത്തിൽ വന്ന് അവതരിച്ചത് എന്റെ ഭാഗ്യം. അയന്ത സത്യ, ഞാനൊരു ഉടലാത്തവരാണ്, എന്നാലും ജന്മനാഗ്രഹേ എന്റെ ഗൃഹത്തിൽ അങ്ങ് അവതരിച്ചു, മഹാഭാഗ്യം. ഇനിയിപ്പോ കംസൻ വരും എന്നൊരു തോന്നലുണ്ട്. അഖിലാസ്തേന്യവധിയിൽ അങ്ങയുടെ ജ്യേഷ്ഠന്മാരെ വധിച്ച കംസൻ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് വസുദേവനെ നിർത്തി ചോദ്യം പറയാം. അപ്പോഴാണ് ദേവിക കണ്ടത്. എന്ത് വസുദേവനെ സ്തുതിക്കുന്ന ശബ്ദം കേട്ടപ്പോഴായിരിക്കണം ദേവിക കിടന്നുണ്ടാകുകയെന്ന് തോന്നുന്നത്. പ്രസവത്തിന്റെ ആലസ്യത്തിൽ അങ്ങനെ മയങ്ങി കണ്ണടവല്ലാതെ ഒരു പകുതി ഉറക്കം അഥവാ പകുതി ബോധണ്ട് അങ്ങനെയാവും കിടക്കുന്നുണ്ടാകാന്ന് വിചാരിക്കുക. അധൈനം ശിശുൻ അപ്പോഴാണ് ആത്മജീക്ഷ, അപ്പോഴാണ് ദേവി മകനെ കണ്ടത്. കണ്ടപ്പോ മഹാപുരുഷലക്ഷണം ഈശ്വര അധൈനാത്മജം വീക്ഷ മഹാപുരുഷലക്ഷണം ദേവഗീതം ശുചിസ്മിത. ദേവഗീക്ക് ഇപ്പൊ കംസനോട് കംസനെ കുറിച്ചിട്ടും പേടിയുണ്ട്. ഈശ്വരനാണെന്ന് കണ്ടിട്ടും ഒരു ഭയത്തോടു കൂടിയാണ് ഇപ്പതാ ദേവകി ഭഗവാനെ സ്തുതിച്ചത്. ദേവക്യുവാച രൂപം പ്രാഹുരം വ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം തഥാമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണു അധ്യാത്മദീപഃ ലോകേദ്യപരാധാവസാനേ മഹാഭൂതേഷു ആദിഭൂതംഗതേഷു വ്യക്രേ വ്യക്രങ്കാലവേഗേന യാതേ ഭവാനേക ശിഷ്യതേ ശേഷമജ്ഞ യോയം കാലസ്തസ്യ വ്യക്രബന്ധോ ജ്യേഷ്ഠാമാഹുഷ്ഠേഷ്ഠതേന വിശ്വം നിമേഷാതിർവത്സരാന്തോ മഹീയം സത്തേഷാം മേമ ക്ഷേമധാമ പ്രപദ്യേ മർത്യോവൃത്തിവ്യാലഭീതപ്പലായൻ ലോകാൻ സർവാൻ നിർഭയം നാധിഗച്ഛൽ ത്വപാദാബ്ജം പ്രാപ്യ ദർശയാദ്യതേ മൃത്യുരസ്മാത് അവൈതി സത്വം ഘോരാനുഗ്രഹനാത്മജാമത്രാഹിത്രസ്ഥാൻ മൃത്യുത്രാസനാതി രൂപം ചേതം പൗരുഷം ധ്യാനനിത്യം മാ പ്രത്യക്ഷം മാം സുതജാം ശ്രേഷ്ഠാഃ ജന്മദേവയസോ പാപോ മാവിദ്യാസൂദന സമുദ്രേഭോഹകം സാധഹമധീരതി ഉപസംഹരേഷ്യാത്മൻ തദോ രൂപം അലൗകികം ശങ്കചക്രകാമൃതശ്രീയായുക്തം ദുർഭുജം വിശ്വംയതേതം സദനമുനിശാന്തേതാവകാശം പുരുഷപരോ ഭവാൻ വിഭക്തി സോയം മമ ഗർഭോ ഭൂൽ അഹോ വിടംബനം ഹിതൽ. ദേവകിക്കും ഈശ്വരജന്യമാണെന്ന് മനസ്സിലായി എന്നുള്ള ഈശ്വരസ്തുതിയായിട്ടാണ് തുടങ്ങിയത്. എങ്കിലും അവസാനിപ്പിക്കാറായിട്ടോ ഇതിന് കഴിയാറായിട്ട് ദേവിക്കൊരു പിന്നെ കാണാനല്ലാത്ത ആഗ്രഹം. എന്താത് 6 കുട്ടികളെ മരിച്ചുപോയി കൊന്നു, രക്തം തട്ടിക്കൊന്നു. ഒരു കുട്ടിയെങ്കിലും വാത്സല്യത്തോടുകൂടി ലാളിക്കണം എന്നുള്ളൊരു മാതൃഹൃദയം ഇത് അഴിഞ്ഞിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മട്ടിൽ ദേവി പറയാണ്, എനിക്ക് സാധാരണ ഉന്നയിട്ട് കണ്ടാൽ മതി. ഉപസംഹരവിശ്വാത്മൻ അതോ രൂപമലൗകികം. ഈ ഒരു അലൗകിക രൂപം അയ്യേ എനിക്ക് ചെറിയ കുട്ടിയായിട്ട് കണ്ടാൽ മതി. ശങ്കചക്രഗജാപത്മശ്രീയായുക്തം ഇതെല്ലാം എനിക്ക് കാണാനാഗ്രഹം. ഇതൊന്ന് ഇല്ലാതാക്കി സാധാരണ ശിശുവാവണേ. ഭഗവാൻ അവരോട് മറുപടി പറയണം. എന്തിനാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ? നിങ്ങൾ ഇപ്പൊ 3ാമത്തെ ജന്മത്തിലാണ് എന്നെ മകനായിട്ട് തിരിച്ചേക്കുന്നത്. ഇത് ജന്മത്തിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മകനായിട്ട് വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല. ഈ അല്ലെ, 1ൽ കഴിച്ചാൽ 3 തീർക്കണം എന്നാ പറഞ്ഞതാണ്. ഈ 3ാമത്തെ ജന്മത്തില് ആ പിഴവ് തീർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഈശ്വരനാണെന്ന ഭാവം ഇനിയെങ്കിലും ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് കൃഷി സദസ്സുകളായിട്ട് ജനിച്ചപ്പോൾ കൃഷിയർദ്ധൻ എന്ന പേരിൽ നിങ്ങൾ രണ്ടുപേരും കൃഷി സദസ്സുകളായിട്ട് ജനിച്ചപ്പോൾ ഞാൻ കൃഷിയർദ്ധനായി. അതുപോലെ അതിഥികശിവന്മാരായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ വാങ്ങനായി. ഇപ്പതാ നിങ്ങൾ ദേവകി വസുദേവന്മാരെ നമ്മുടെ കൃഷ്ണനായി. ഇത് ഓർമ്മ വരണം. ഏതെല്ലാം ദർശിതം ജന്മസ്മരണായ പൂർവ്വജന്മ സ്മരണ ഉണ്ടാകാനാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയമുണ്ടായത് തോന്നി ഭഗവാന്. വസുദേവക്ക് ഭയമില്ലാന്ന് അദ്ഭുതമാക്കെന്ന് മനസ്സിലായിട്ട് ഇവിടെ കംസാധീത എന്നൊരു സൂചനയുണ്ട്. അപ്പോൾ അങ്ങനെ കംസനെ ഭയപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്നെ ഇവിടുന്ന് യശോദേവിയുടെ അടുത്ത് കൊണ്ടുവരിക. അവിടെ പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് കൂടി
പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ സംഭരിക്കണം. ശ്രീ ഭഗവാൻ വാച തമേവ പൂർവ്വത്തെ ഭൂവിശിഷ്ടായംബുകേതധി ദായം തഥാനാമ പ്രജാപതിരകൽമഷ യുവാം വൈ ബ്രഹ്മണാദിഷ്ടോ പ്രജാപതിർഗേതാ തഥാ സന്യമേന്ദ്രിയഗ്രാമന്ദേവാദേവനമന്ദവഃ പരിഷവാതാവഹിമകർമ്മകാലഗുണാനും സഹവാനുശ്വാസരോധവിരുദ്ഭൂതമനോമലോ ശീർണവർണ്ണാഹാരോപശാന്തേന ചേതസാമത്തകാണവിന്ദോമദാരാധനമേകോ एवं मन्दत्योस्तीव्रं परमदुष्करं दिव्यदर्शनसहस्राणि राजश्रीगमदात्मनोः तदाहं परिदृष्टोऽहम् अभिनवोपठामि खेदप्रसादश्रद्धया नित्यं भक्त्या च कृतिभाविदं साधुरासं वरदराजीव यो कामदित्यामृयामरैत्युब्धेनादशो वां सुतः अजुष्टग्राम्यविषयावनवत्योजतम्बरीनवप्राथे भोर्गं मे मुदिरोमोमया यदेमयीवां लब्धावरमस्पृशन्तु तं ग्राम्यानुभोगान् अभुञ्जाथां युवां प्राप्तमनोरथौ अधिष्ठान लोके शीलौदार्यगुणैः सह समम् अहं सुतोवामभवं कृष्णिकर्भैरिष्टः तयोर्वाम्बुरेवाहमदित्यामः सह शिवान् उपेन्द्रैः विख्यातो वामत्वाश्रमः तृतीयत्विभवेहतवेनैलोकनाथवाञ्चावभूयत्वयोरेव सत्यं मे व्याहृतं सति एतद्वां दर्शितं रूपं प्राग्जन्मस्मरणायते नान्यथा प्राग्जन्मस्मरणाय मे नान्यथा मद्भवं ज्ञानं मत्तलिङ्गेन जायते युवाः उत्तरभावेन ब्रह्मभावेन जातकर्यन्तौ कृतस्नेहो यास्ये धियमर्गदिम्बनां यदि कंसाद्विषेषित्वं तर्हि मां गोकुलं मया मन्मायाम् आनयाशित्वं यशोदागर्भसम्भवाम् ഇത്രയും പറഞ്ഞ് ഭഗവാൻ ആ പ്രാകൃതശിശുവായി എന്നാണ് പിന്നെ പറയുന്നത്. ശ്രീ ശുഭവാച ഇത്യുക്വാധീരരിതൂഷ്ണീ ഭഗവാൻ ആത്മമായ വിത്വാസംപശ്യതോ തദ്യോ ബഭൂവ പ്രാകൃതശിശു തതശ്ച ശൗരി ഭഗവത്പ്രചോദിത സുതം സമാദായ സസൂതികാഗൃഹായുധാ ബഹിർഗന്തുമിയേഷ തൽക്യജായ യോഗമായ ജനി നന്ദജായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ലക്ഷ്മീ നാരായണ ദേവി നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഭഗവാന്റെ പ്രചോദനമനുസരിച്ച് വസുദേവരെ പ്രാകൃത ശിശുവായി തീർന്ന ഭഗവാനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മായാഭഗവതി ജനിച്ചു. പ്രയാഹൃതപ്രത്യയ സർവവൃത്തിഷുദ്വാണസ്ഥേഷു കവിലേഷു വിശായിലേഷ്വധ ദ്വാരസ്തർവാഭിഹിതാദുരത്യാഭിഷകപാഠായ സകീലശൃംഖലൈः കൃഷ്ണവാണീ വസുദേവാഗതേ സ്വയം വിവർജ്യന്തേ സാതമോരവേ പവിഷവർജന്യോകാംശകർജിതശേഷോന്യകാദ്വാരീവാര്യൻ പ്രണൈः മഹോജിവർഷത്യസകൃ യമാനുജാഗംഭീരതോയൗഹജവോ ഭയാനക ആവർത്തശനാകുലാനദീമാർഗന്ധതോ സിന്ധുര്യശ്രീപദേ നന്ദവൃജം ശരീരതാനുഗോപാനുപലഭ്യനിത്രയ സുതം യശോദാശയനീ സുനിധായ തൽസുതാമുപാദാൽമൃഗൃഹാനകാൽ ദേവക്യാശയനീയസ്യ വസുദേവോ സദാരികാം പ്രതിമുച്യപദോർലോഹം ആസ്തേ പൂർവപദാമൃത യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത നരലിംഗം പരിശ്രാന്ത ഭഗവതി യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത നരലിംഗം പരിശ്രാന്ത നിദ്രയാ ഭഗവതി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമമിദം ദിനായാം ദശസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വസുദേവർ ആ ഉണ്ണിയെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു. അപ്പോഴേക്കും അനന്തനാരായണമൂർത്തി കണം വിരിച്ചു കൊണ്ടുവന്ന് കണം വിരിച്ച് മഴയെ തടഞ്ഞു. ആദിത്യന്തി വളരെ എളുപ്പത്തിൽ തരണം ചെയ്ത് നന്ദഗോപുരത്തിൽ പോയി യശോദാതൽപ്പത്തിൽ ഉണ്ണിയെ കിടത്തി യശോദാതൽപ്പത്തിൽ ജനിച്ചു പിറന്നു വീണിരുന്ന ആ പെൺകുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് ഇതാ മധുരയിൽ വന്ന് കാരാഗ്രഹത്തിൽ വന്ന് ദേവിയുടെ അടുപ്പത്തിൽ അങ്ങനെ കിടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ബന്ധനങ്ങളെല്ലാം നേരത്തെ അറിയാതെ അഴിഞ്ഞു പോയിരിക്കുന്നു വസുദേവരുടെ അല്ലെ തങ്ങളെ കൊണ്ട് കൂട്ടി ഇതൊന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഭഗവാൻ അവിടെ വരിച്ചതോടുകൂടി ബന്ധം മോക്ഷമായി എന്ന് പറയും. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടുന്ന് പോയി. അപ്പൊ യോഗമായ അവിടെ വധിച്ചപ്പോ അവിടെ ബന്ധനായി, എല്ലാവരും ഉറക്കത്തിൽ കിട്ടു. മായ വന്നാൽ ബന്ധനം ഉറക്കം. അത് കഴിഞ്ഞ് ഭഗവാൻ അവിടെ ചെന്ന് മായ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം ബന്ധനായി. അവിടെ എല്ലാവർക്കും ആനന്ദമായി തീർന്നു എന്നാണ്. അതാണ് ഭഗവാന്റെയും മായയുടെയും ആ പ്രത്യേക ഭാവങ്ങൾ ഈ രംഗത്തിൽ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിങ്ങനെയുള്ള വളരെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പ്രകടനം
കഴിയുന്നത്ര ചുരുക്കി ഞങ്ങൾ അനുസ്മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരാനുകളോ ഉണ്ടെങ്കിൽ നമുക്ക് പരാധം ചൊല്ലുമരുഹന്തു സന്തഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ വീരപരാ